ാണ് കഴുകേണ്ടത്. വലത്തേത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, എന്നാലും ഏത് കഴുകണം? ഇടത്തേത് കഴുകണം. അതെന്താണ്? അതിന് ഇത്തിബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതാണ് കാരണം. വേറൊരു കാരണം വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്താൽ പിന്നെ അതിന് വേറെ കാരണമൊന്നും വേണ്ട. നബി തങ്ങൾ ചെയ്തു എന്നുള്ള തന്നെ കാരണം. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രണ്ട് കൈ കഴുകുന്നത്? വായയിലേക്ക് എന്തൊരു സാധനം വെക്കുകയാണെങ്കിലും വലത്തേതുകൊണ്ടാണ് വെക്കേണ്ടത്. അങ്ങനെ മീൻ തിന്നപ്പം മുള്ളു കുടുങ്ങി, എന്നാൽ പിന്നെ വലത്തേതുകൊണ്ട് എടുക്കാൻ പാടില്ല. വായയിൽ നിന്നൊരു സാധനം തിരിച്ചെടുക്കേണ്ടത് തല ഇടത് വശത്തേക്ക് തിരിച്ചു പിടിച്ചതിന് ശേഷം ഇടത്തെ കൈ കൊണ്ടാണ് എടുക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ഇടത്തെ കൈ ആദ്യം കഴുകി വെച്ചിട്ടുള്ളത്. ഭക്ഷണം കഴിക്കാൻ രണ്ട് കൈയാണ് കഴുകേണ്ടത്. കഴിക്കേണ്ടത് വലത്തേതുകൊണ്ടാണ്. ഇങ്ങോട്ട് എന്തെങ്കിലും എടുക്കണമെങ്കിൽ വലത്തേതുകൊണ്ട് എടുക്കാൻ പറ്റൂല, അത് ഇടത്തേതുകൊണ്ടാണ് എടുക്കേണ്ടത്. അതിനാണ് ഇടത്തെ കൈ ആദ്യം കഴുകി വെച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ കൈ കഴുകാൻ ശീലിപ്പിക്കണം. കുട്ടികൾക്ക് വേണ്ടി ഉമ്മമാർ ബിസ്മി ചൊല്ലണം. കുട്ടികൾക്ക് വേണ്ടി ഉമ്മമാർ കൈ കഴുകണം. ഏത് കൈ? രണ്ട് കൈ കൊണ്ട് കഴുകണം. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഉമ്മ കൈ കഴുകണ്ടേ? ഏത് കൈ? രണ്ട് കൈയും കഴുകണം. കുട്ടികൾക്ക് വേണ്ടി ഉമ്മ ബിസ്മി ചൊല്ലണം. എങ്ങനെ ചൊല്ലുക? മറ്റൊരാൾക്ക് വേണ്ടി ചൊല്ലുന്ന ബിസ്മിയാണെങ്കിൽ അയാൾ കേൾക്കുന്ന തരത്തിൽ ചൊല്ലണം. അപ്പോൾ കുട്ടിക്ക് വേണ്ടി ബിസ്മി ചൊല്ലുമ്പോൾ കുട്ടി കേൾക്കുന്ന രൂപത്തിൽ ചൊല്ലണം. ഉമ്മ അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മനസ്സ് ചൊല്ലിയിട്ടൊന്നും കാര്യമില്ല. ആ മറ്റൊരാൾക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യണമെങ്കിലും അയാൾ കേൾക്കണം. അപ്പോൾ അയാൾ കേൾക്കുന്ന തരത്തിൽ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ബിസ്മില്ലാണ്. ബിസ്മില്ല എന്ന് രേശം ഉറക്ക ചൊല്ലണം. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരാൾ ബിസ്മില്ല മതിയാവും, പക്ഷെ ഉറക്കം ചെല്ലണം. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണ്, എല്ലാവർക്കും കൂടി ഒരാൾ ബിസ്മില്ല മതിയാവും, പക്ഷെ ഉള്ള നിബന്ധന എന്താണ്? ഉറക്ക ചെല്ലണം എന്നതാണ്. എല്ലാവരും കേൾക്കണം. ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കുകയാണ്, മറ്റൊരാൾ കേൾക്കണം. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കുകയാണ്, ആരും കേൾക്കണ്ട. ജമാഅത്തിന് ബാങ്ക് കൊടുക്കുകയാണ്, ഒരാളെങ്കിലും കേൾക്കണം. എല്ലാവരും കേട്ടാൽ എല്ലാവർക്കും നന്നായി, ഒരാളെങ്കിലും കേൾക്കുക എന്നുള്ളത് അതിൻ്റെ നിബന്ധനയാണ്. എന്നതുപോലെ കുട്ടികൾക്ക് വേണ്ടി ബിസ്മി ചെല്ലുമ്പോൾ കുട്ടി കേൾക്കണം. അപ്പോൾ വലത്തേതിനെ മുന്തിക്കലാണ് ഞാൻ പറയണത്. ചെരുപ്പ് ധരിക്കുകയാണ്, ആദ്യം വലത്തേ കാല് ധരിക്കുക. വാഹനത്തിൽ കയറുകയാണ്, വലത്തേ കാല് വെച്ച് കയറുക. ഇന്ന് വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് ഉള്ളത് വലത്തേ കാൽ വെച്ച് കയറാവുന്ന തരത്തിലല്ല. അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്, നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. അപ്പോൾ എന്ത് വേണം? ലേശം സൂക്ഷ്മത വേണം, എന്നാലേ നടക്കുള്ളൂ. വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് വലത്തേക്കാൽ വെച്ച് കയറുന്ന രൂപത്തിലല്ല. അതിന് വേറൊരു സംഭവം കൂടിയുണ്ട്. വണ്ടിക്ക് ആദ്യം കയറിയ ഡ്രൈവറെ കയറാൻ ഓൻ തന്നെ